ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 13-ാം തീയതി, കർക്കിടക മാസം 28-ാം തീയതി ബുധനാഴ്ച, സമയം രാവിലെ 6 മണി. സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളേതിന് സമാനമായി ഇന്നലെയും സ്വർണ്ണവിലയിൽ വൻ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. തിങ്കളാഴ്ച പവന് 560 രൂപയും ഗ്രാമിന് 70 രൂപയും കുറഞ്ഞ സ്വർണം ഇന്നലെ ഒരു പവന് 640 രൂപയും ഗ്രാമിന് 80 രൂപയുമാണ് കുറവ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ പവന് 1400 രൂപയോളം കുറഞ്ഞ സ്വർണം കേരളത്തിൽ 74,360 രൂപയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിലും തകർച്ച തുടരുന്ന സ്വർണം കഴിഞ്ഞ ദിവസങ്ങളിൽ $50 തകർച്ച നേരിട്ടത്. ഇന്നലെ രാവിലെ $3,354 പരിധിയിലായിരുന്ന സ്വർണം ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടരുകയാണ്. വൻ സാമ്പത്തിക ശക്തികളായ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധമാണ് ഇപ്പോൾ പ്രധാനമായും സ്വർണ്ണവിലയുടെ വലിയ ചാഞ്ചാട്ടങ്ങൾക്ക് കാരണമാകുന്നത്. ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് $3,348. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 10,136 രൂപ, 1 പവൻ 81,093 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,602 രൂപ, 1 പവൻ 60,820 രൂപ. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 916 സ്വർണ്ണവില 1 ഗ്രാം 9,295 രൂപ, 1 പവൻ 74,360 രൂപ. ഇന്നത്തെ വെള്ളിവില 1 ഗ്രാം 124 രൂപ, 1 കിലോ 1,24,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്